ഇപ്പൊ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞ കുഞ്ഞുട്ടാ എന്തൊരു സാധനത്തിനും ടൗണിലേക്ക് പോണേ. ഇപ്പൊ നമ്മുടെ മാതിരി പരിസരത്തൊന്നും നൂലും ബട്ടൺസും ഒന്നും കിട്ടൂല. ടൗണിൽ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നിട്ട് വേണം അവിടെ ഇരുന്ന് പണി. ആ കാലത്ത് തുടങ്ങിയതാണ് നമ്മുടെ പീടിയ. അതൊക്കെയാണ് അവിടുത്തെ ചരിത്രം. ഇവിടെ വെച്ചാ ടൈലറിങ് പണിക്ക് വന്നയാന്ന്. ഇപ്പൊ ചുമട് താങ്ങല് പണി. ആരെ വിളിച്ചെത്തും പറയാൻ പറ്റുമോ? ആരെങ്കിലും കണ്ടാ നാണക്കടം. എന്തിനു നാണക്കട ഇച്ചിവിടെ അങ്ങനെയൊന്നല്ലോ. ഈ കുടുംബത്തെ ആളുടെ മാതിരിയല്ലേ ഇവിടെ കഴിയണേ. പിന്നെന്തിനാ എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നണേ? നല്ല കാര്യം. ആശാനൊരു മര്യാദ ഉണ്ടെന്നാ വിചാരിച്ചത്, അതില്ലാന്ന് മനസ്സിലായി. എന്നാ എനിക്ക് നേരത്തെ പറയാറുന്നില്ലേ അത് മേടിച്ച് കയ്യിൽ പിടിക്കൂലേ? ഇതല്ല ആശാനൊക്കെ 15,000 റുപ്യല്ലേ? പറയാ നമുക്ക് ആൾക്കാർ കേൾക്കൂലേ? തരാനില്ലതല്ലേ? അല്ല അതേ തരാണ്ട്, എന്നാലും എല്ലാരും കേൾക്കണ്ടല്ലോ. 15,000 റുപ്യ തരാണ്ട് തരാ. അതിനെന്താണ്? അപ്പൊ തരില്ല പറഞ്ഞോ ഞാന്. കൊറേ ദിവസമായില്ലേ ആശാനെ പറയുന്നു എനിക്ക് നാട്ടിൽ പോണം. എനിക്ക് നാളെ രാവിലെ നാട്ടിൽ പോണം ആശാനെ. നാളെ പോണേ? നാളെയാ പോന്ന്, നാളെയാ. ഇത് എപ്പോഴും പറയുന്ന, അത് അറിയാത്ത പോലെ പറയുന്ന എന്തിനാ ആശാനെ? അല്ല നാളെ പോണ് ചോദിക്ക. നാളെ എനിക്ക് വീട്ടിൽ പൈസ കൊടുക്കണം. എന്റേതായ കുറെ ആവശ്യങ്ങളുണ്ട്. അതെല്ലാം നടത്തണമെങ്കിൽ ആശാൻ 15,000 റുപ്യ തന്നിട്ട് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. ആശാനെ 10,000 റുപ്യ തരണം നാളെ. താരൂടെ എനിക്കിപ്പോ തരാണ്ടിരിക്കുമോ? ഞാൻ നല്ല കാര്യമുണ്ട്. എനിക്ക് വീട്ടിൽ പോണോ, എനിക്ക് കുടുംബം ഒക്കെ ഉള്ളതാണെന്ന് നിനക്കറിയില്ലേ? നല്ല കാര്യമായി. ഇപ്പൊ 10,000 റുപ്യെങ്കിലും തരണപ്പ എനിക്ക്. അപ്പൊ നാളെ രാവിലെ ഞാൻ പോകും. നാളെ പോകുമ്പോ എനിക്ക് 10,000 റുപ്യ തരണല്ലേ? രാവിലെ പൊലച്ചൊക്കെ പോകും. പൊലച്ചൊക്കെ പോകും. പുലർച്ചക്ക് എന്തിനാ പോണേ? നമുക്ക് കുറച്ചും കൂടി വൈകിട്ട് പോയാ പോലെ. വൈകിട്ട് പോയാ പോരാ? അതെ പോരാ. വിചാരിച്ച പോലെ ട്രെയിനില്ല കാസർഗോഡേക്ക്. അതെ. അപ്പൊ സാധനം എല്ലാം പാക്ക് ചെയ്തിട്ട് എത്ര ദിവസമായി ആശാനെ? പാക്ക് ചെയ്ത് വെക്കണല്ലോ. ആ നേരത്ത് കിടന്ന കെട്ടി തിരിയാൻ പറ്റൂലല്ലോ. അപ്പൊ അത് ആശാനെ മറക്കാൻ പാടില്ല. ഇല്ല 10 റുപ്യ 10,000 റുപ്യ 10,000 റുപ്യ 5 വെച്ച് ബാക്കി 10 തരണം. പിന്നെ പൈസ തന്നിട്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോയിട്ട് വരണോ വരണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും ആശാനെ. എന്താ പായ ഓരോ തമാശ പറഞ്ഞു. നല്ല കാര്യമായി. ഇതെല്ലാം കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ശരി തന്നെ. ഇതൊന്നും മിണ്ടായിരുന്നേ. ഈ കൊടുക്കിന് ഇടാനില്ല, എല്ലാം ഇട്ട്. അതല്ല എനിക്കിപ്പോ 10,000 റുപ്യ തരാണ്ട് എന്നുള്ളതാണ് ഇപ്പൊ. എന്താ ഈ പറഞ്ഞു? 10,000 റുപ്യക്കൊക്കെ പണിത് കഴിഞ്ഞില്ലേ? നമ്മൾ ഓരോന്ന് ഓർക്കാണ്ടേ. അത് തരുമല്ലോ. അത് പിന്നെ ഇല്ല നാളെ അല്ലേ പോണ്. നാളെ പോകുമ്പോഴത്തേക്കും 10,000 റുപ്യ എനിക്ക് വേണം. അത് തരാം. ഇനി വർത്താനില്ല. ഞാൻ ആശാനൊരു ബഹുമാനം ഞാനിപ്പോ പീടിയിലേക്ക് പോവാം. ആയിക്കോട്ടെ അതെടുത്തുള്ളിൽ കൊണ്ട. ശരിടാ. രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയേക്കണു. റസിയ ഒന്നുകൂടെ വാ. ഈ വാഹന കായ് കൊടുക്കാനുള്ള ഓർക്കുമ്പോൾ അത്രയും പണി അവിടെ നടന്ന് ഞാൻ ആലോചിക്കണം. അല്ലോ ഇതാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. എല്ലാം കിട്ടി എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുഞ്ഞുട്ടുള്ള കാരണം സുഖമായിട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിപ്പോ. പിന്നെ ഇവിടെ ജെസ്സി ഇങ്ങോട്ട് വന്നിരുന്നാ? ഓള് വന്ന് ഓളുടെ എന്താ തിരുനാള് വീട്ടിക്ക് ചെല്ലണോ മല്ലികേനെ വിളിച്ചു. എന്നോടും പറഞ്ഞു, ജോസുട്ടിനോട് പറഞ്ഞേ പോവാ പോണം. അല്ലാണ്ട് ഇപ്പൊ എങ്ങനെ ഈ ഒരു കാര്യം ചെയ്തേ, ഒരു 10,000 റുപ്യ എടുക്ക്. 10,000 റുപ്യ എങ്ങനെ? ഒരു 10,000 റുപ്യ ഉണ്ടാവോ? എടുക്കാണ്ടാവോ എന്ന് ചോദിക്കാം. എൻ്റെ അതെന്താന്നറിയക്കാ, നിങ്ങൾ എന്റെ കയ്യിൽ തന്നേൽപ്പിച്ച കായില്ലേ, അതൊക്കെ ഞാൻ വെള്ളത്തിൽ കൊണ്ട് ഒക്കി കളഞ്ഞു. തമാശ കളിക്കല്ലേ ഇത് ഏതാ ആള്? നല്ല രസമുണ്ടല്ലോ അത്. അത് നല്ല രസം ഇപ്പൊ തോന്നും. നിങ്ങൾക്ക് തോന്നും, നിങ്ങളൊക്കെ അറിയാലോ. എൻ്റെ കായിൻ്റെ കാട്ട് കാരണം വളരെ അത്യാവശ്യമായിട്ട് ഇതുള്ള കാരണമാണ്. ഞാൻ നിങ്ങളുടെ ബാങ്കിലെ കാഷ്യർ ഒന്നല്ല ചോദിക്കുമ്പോ ഇങ്ങനെ എണ്ണി തരാൻ വേണ്ടിട്ട് ഇടയ്ക്കൊരു 5,000 പിന്നെ ഒരു 10,000. എടി ആ കുഞ്ഞുട്ടിന് അതാ പണി ഒക്കെ കഴിഞ്ഞപ്പോ അവൻ നാട്ടിലേക്ക് പോവാണ്. നമ്മുടെ അടുത്ത് ഇങ്ങനെ എത്തക്കണ്ട കാലം നിക്കണല്ലേ. അപ്പൊ അവന് നാട്ടിൽ പോകുമ്പോ ഒരു അതിന്റെ കായ് കൊടുക്കണ്ട. അത് അവൻ പണിയെടുത്ത കായാണ്, അല്ലാണ്ട് വെറുതെ ഒന്നല്ല അവൻ ചോദിക്കണേ. അത് കൊടുക്കണ്ടേ നമ്മള്? അവൻ പണിയെടുത്ത കായല്ലേ? അപ്പൊ കടയിൽ പണി ഉണ്ടായിരുന്നല്ലോ. അതിന് കിട്ടിയ കായൊക്കെ എവിടെ? അതങ്ങോട്ട് കൊടുക്ക്. അപ്പൊ എന്താ ഞാൻ ഒറ്റക്ക് തിരുന്ന് വീഞ്ഞ അവിടെ കിട്ടിയ കായ്? ഏത് പല ആൾക്കാരും കായ് തരാണ്ട്. അപ്പൊ അത് ആ യൂണിഫോമിന്റെ കായ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പൊ അത് 10,000-25,000 റുപ്യ അത് കിട്ടാൻ കിടക്കണേ. പിന്നെ ആ പോലീസിന്റെ രസം അടിച്ചത് കിട്ടാൻ കിടക്കണേ. അപ്പൊ കായ്ക്ക് കിട്ടാണ്ട് അത് കിട്ടുമ്പോ അങ്ങോട്ട് തരൂലേ? അത് അതപ്പോ ഓനോട് പറയേ കായ് കിട്ടാണ്ട് കിട്ടുമ്പോ തരൂന്ന്. അതൊക്കെ പറ്റുങ്ങി തായോ റസി. അല്ലാണ്ട് ഈ ജാതി മുട്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഉപകാരമുള്ളത്? പറ്റുങ്ങി തായോ? എനിക്ക് പറ്റില്ല കഴിഞ്ഞില്ലേ? എനിക്ക് പറ്റില്ല തന്നെ. നിങ്ങൾ ചോദിക്കുമ്പോ കായ് തരാൻ വേണ്ടിട്ട് ഇവിടെ അങ്ങനെ ഞാൻ നോട്ടടിക്കണ യന്ത്രമൊന്നും വെച്ചിട്ടില്ല ഇവിടെ.
എല്ലാ ഹംകിങ്ങളും ഒരേമാതിരി ആയാലും എങ്ങനെയാണ് ഒരു അടക്ക് പോവൂല. എന്താ ഇപ്പൊ ഇതിന് വേറെ വഴി? ഞാനാ പറഞ്ഞിട്ടാ. അല്ല എന്താ പ്രത്യേകിച്ച്? ഒരു 10,000 ഉറുപ്പ്യ കാട്ടിക്ക. 10,000 ഉറുപ്പ്യ ചേഞ്ച് ചോദിക്കണല്ലോ. ഒരു 10,000 രൂപ അടുത്തെന്ന് പറയാൻ ഭ്രാന്താണ്. 10,000 അത്ര പൂജ കൊണ്ടൊന്നും വല്ല ധാരണ ഉണ്ടാ? അതൊക്കെ എനിക്ക് അറിയാലോ ചങ്ങായി. എന്നോടൊക്കെ കായ് ചോദിക്കണ ഗതികേടാന്ന് വെച്ചാൽ മനസ്സിലാക്കിയാൽ മതി. എന്റെ പരീക്ക് 5,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഇരിപ്പിരിക്കൂല. എന്തേലും പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് പോകൂലേ? അല്ല എന്തിപ്പോ ഇത്ര അത്യാവശ്യം? ആ കുഞ്ഞുട്ടനൊന്ന് നാട്ടിൽ പോണെന്നേ. ഓനാണിച്ച് 10,000-15,000 ഉറുപ്പ്യ കൊടുക്കാണ്ട് ഞാന്. അവൻ എന്നോട് പറഞ്ഞ് ഈ ആഴ്ച വീട്ടിൽ പോകാൻ നിൽക്കുകയാണെന്ന്. അപ്പൊ പരീക്ക കാശ് കൊടുക്കൂന്നൊക്കെ പറയണ്ടായി. എവിടുന്ന് എടുത്ത് കൊടുക്കണേ? സംഗതി ഇതുവരെ ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോ എടുത്ത് തിരുമറിക്കും. പിന്നെ ഓൻ പോണ നേരത്തെ എന്റെ 10ന്റെ പൈസ ഇല്ലാത്ത സമയത്ത് അങ്ങനെ വരുള്ളൂ. അല്ല റസിയാനോട് ചോദിച്ചു നോക്കായിരുന്നില്ലേ? നന്നായിണ്ട്. എപ്പ ചോദിച്ചു തുടങ്ങിയതാ? അവളുടെ കാശൊക്കെ ഉണ്ടാവും. കാശുണ്ട്, അത് തരുകയും ചെയ്യും. അതിങ്ങനെ ചോദിച്ചു എന്നാ കിട്ടുക? അപ്പോഴത്തേക്കും കുഞ്ഞുട്ടന് നടന്നു പോയിട്ട് വരാം കാസർഗോഡ്. ഒരു 1-2 ദിവസം കൊണ്ട് റസിയാടുന്ന് കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടാ? കുറച്ച് കഴിഞ്ഞ കൂടി തരും. പക്ഷെ ഇങ്ങനെ ചോദിച്ചോണ്ട് എന്നാന്ന് വെച്ചിട്ടപ്പ അത് അങ്ങനെയാണ്. ഒരാഴ്ചയൊക്കെ ഞാൻ കുഞ്ഞൂട്ടനെ നിർത്തി തരാം. എങ്ങനെ? അവൻ വീട്ടിൽ പോകാതെ പരിക്കാനോട് കാശ് ചോദിച്ച് ശല്യപ്പെടുത്തായിരുന്നാ പോരെ ഒരാഴ്ചത്തേക്ക്? ഒരാഴ്ചനുള്ളിലൊക്കെ ഓള് കായ് തരും. അപ്പൊ അതിനൊരു നമ്പർ ഞാൻ ഇറക്കാം. എന്ത് ചെയ്യാനാണ് ഈ? അതൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞതാ കാര്യങ്ങൾ. ഈ പരിക്കയുടെ കടയിൽ എപ്പോഴും വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ. ബഹളം ഉണ്ടാകാറുണ്ടല്ലോ ഈ തയ്ച്ച് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കടയില്. അപ്പൊ ഈ അടുത്ത് വന്ന ആരെങ്കിലും വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിന്റെ കണക്ക് നോക്കിയാ അത് പെട്ടെന്നൊന്നും അതെനിക്കറിയാം, ദിവസമുള്ളതാണ്. എന്നാലും ഈ അടുത്ത് ഒരു ഇത്തിരി കൂടുതൽ ചിറാപ്പുണ്ടാക്കി ആരെങ്കിലും വല്ല ഓർമ്മയുണ്ടോ? കച്ചറ ഗോപാലല്ലേ? കച്ചറ ഗോപാലൻ ഈ ഇവിടുത്തെ കോളനിയിലെ. ഓപ്പ അടുത്ത് 2 ദിവസം മുമ്പ് കടയിൽ വന്നിട്ട് ഇന്ത്യയും ഓളുടെയും മാതാപിതാക്കളുടെ സുഖവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. ആള് കച്ചറയാണ്. അതല്ലേ അവൻ അങ്ങനെ വിളിക്കണം. അതേ അത് മതി. ആ സംഭവം മതി. ഞാൻ കുഞ്ഞൂട്ടനെ നിർത്തി തരാം. എന്ത് ചെയ്യാനാണ്? അതൊക്കെ എന്റെ അടുത്ത് വിദ്യ ഉണ്ട്. പരീക്ക ധൈര്യമായിട്ടിരിക്കും. വേറെ ഇടങ്ങറൊന്നും ഉണ്ടാക്കരുത്. ഒരിടങ്ങേറുമില്ല. ഒരാഴ്ച കഴിയാതെ പരീക്കാൻ അവൻ കാശിന് ബുദ്ധിമുട്ടിക്കൂല. ധൈര്യമായിട്ട് പോയിക്കോ. ജോസൂട്ടി, ജോസൂട്ടി, ജോസൂട്ടി. കുഞ്ഞൂട്ടനാ എന്നെന്തിനു വിളിപ്പിച്ചേ? ഞാനേ നീ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് എന്തായി? എനക്ക് വീട്ടിൽ പോട്ടെ. എനിക്ക് എന്റെ അമ്മേനെ അച്ഛനെയും കാണട്ടെ. പിന്നെ ഒരു 10,000 രൂപ തരാന്നും പറഞ്ഞു. 1 മാസം മുമ്പേ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസത്തിനുള്ള എനിക്ക് പോകണമെന്ന്. ഇപ്പൊ പൈസ തരുന്ന ഒരു കൂട്ടും കുറിയും ഇല്ല. അങ്ങനത്തെ പരിപാടിയില്ല. ഞാൻ പോകുന്ന പറയുമ്പം ഒന്നും മിണ്ടാണ്ടായിരുന്നു നടക്കുന്നത്. ഞാനിനി എന്തുണ്ടെങ്കിൽ നാളെ ഞാൻ പോയി പൈസ കിട്ടിയോ കിട്ടിയിട്ടോ എന്റെ വീട്ടിൽ പോയി. ഞാൻ അങ്ങനെ പറയല്ലേ. എന്താന്നാ നിനക്ക് പൈസ തന്നെ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പൊ നാട് നമുക്ക് എല്ലാവർക്കും വലുതാണ്. അവനവന്റെ നാട് വലുതാണ്. നാട്ടിൽ പോകണം, അമ്മനെ കാണണം. പക്ഷെ ഒരു കൈത്തൊഴിൽ ചെയ്യണവനോട് സംബന്ധിച്ചിടത്തോളം അവന്റെ തൊഴിലിടമാണ് ഏറ്റവും വലുത്. അപ്പൊ നീ അതിനോടൊരു ആത്മാർത്ഥത കാണിക്കണം. എനിക്ക് ആത്മാർത്ഥത ഇല്ലേ? അല്ല, നീ ആത്മാർത്ഥത കാണിക്കണില്ലെന്നല്ല പറയണത്. നിന്നെ വിശ്വസിച്ചയാളെ ഏൽപ്പിച്ചേക്കണല്ലേ. നീ വായിച്ചിട്ടില്ലേ? വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദോ എന്നൊക്കെ. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി. വെളിച്ചം എന്റെ നാട്. തമസ് ആശാന്റെ തയ്യൽക്കട. ഇനി എപ്പോഴത് ഇരുട്ടായിരിക്കും തമസ്. ഞാൻ പോരെ? അല്ല, നീ ഇട്ടുകൊണ്ട് പോണെന്നാ? ഞാൻ ഇരുട്ടാക്കി പോകും. അതെ, നിന്നോട് പറയട്ടെ. എന്താന്നറിയോ? നിനക്ക് തരാൻ വേണ്ടി 10,000 രൂപ റെഡി ക്യാഷ് പരീക്ക വെച്ചോണ്ടിരുന്നാണ് എനിക്കറിയാം. തന്നിട്ട് എനിക്ക് തരാനായിട്ട് അത് അതിന്റെ ഇടക്കൊന്ന് പോയില്ലേ? എടാ, നിനക്ക് തരാൻ വെച്ച കാശ് ഒരുത്തിന് കൊടുക്കേണ്ടി വന്നില്ലേ? ആർക്ക്? നമ്മുടെ ആ കോളനിയിലെ കച്ചറ ഗോപാലനില്ലേ? കച്ചറ ഗോപാലനാ? ഓനെന്തിനു കൊടുക്കേണ്ട ആവശ്യം? എടാ, അയാള് ഭാര്യയുടെയും മക്കളുടെയൊക്കെ ഡ്രസ്സ് നിങ്ങൾക്ക് തയ്ക്കാൻ തന്നാ. ചുരിദാറും പിന്നെ 2-3 കുടുക്ക് മാറിപ്പോയി. അതൊന്ന് ടൈറ്റ് ആയി പോയി. പ്രശ്നമൊന്നുമില്ലേ? അയാൾക്ക് കല്യാണത്തിന് പോകാനും പറ്റില്ല, ഇടാനും പറ്റിയില്ല. ആ കല്യാണം ആയെന്ന് ഇടാൻ പറ്റിയിട്ട് പിന്നെ ഇടാലോ. എടാ, പിന്നെ ഇടാൻ പറ്റില്ല. അയാൾ ആ ഡ്രസ്സൊക്കെ ആയിട്ട് തയ്ച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് നീ ഇല്ലാത്തപ്പോ കടയിൽ വന്ന് ആ തയ്യൽ മെഷീനും തല്ലിപ്പൊളിച്ച് നിന്റെ ആശാനെയും തല്ലിയിട്ടാ പോയത്. ഞാൻ പിന്നെ നിനക്ക് തരാൻ പറ്റാണ് 10,000 രൂപ കൊടുത്തിട്ടാണ് സെറ്റിൽ ചെയ്തത്. അയ്യോ, നിന്റെ ആശാന്റെ ഒരു ആത്മാർത്ഥത കാരണം നിന്നോട് പറയാഞ്ഞതാണിത്. എന്നോട് ഒന്നും പറഞ്ഞില്ല. അതാണ് ഒരു വാക്ക് പറയണ്ടെന്ന് ആശാൻ. പറയാനായിട്ട് നീ കാശും ചോദിച്ച് നടക്കല്ലേ ദിവസവും? ഈ പൈസ എനക്ക് തരാനുള്ള പൈസ അയക്ക് കൊടുത്തു.
എടാ നീ കാരണമല്ല അയാൾക്ക് തല്ലുകൊണ്ടത്. അയ്യോ ഞാൻ കാരണം അത് നിന്നോട് പറഞ്ഞില്ലല്ലോ അയാള്. ആശാൻ. ഞാനാ പറഞ്ഞത് കുഞ്ഞൂട്ടന് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് അത് ഒഴിവാക്ക്. അവന് പരീക്കാനോട് ആത്മാർത്ഥമുള്ളതല്ലേ, അവനൊരു അക്ഷരം മിണ്ടൂലെന്ന് പറഞ്ഞു. ഇത് എന്റെ ആശാൻ അടിച്ച. എന്ന് പേരെന്ന് പറഞ്ഞേ? പേര് പരീക്കുട്ടി, റഷ്യ ടൈലേഴ്സ്. അതെന്റെ ആശാൻ. ആശാന്റെ തച്ചോന്റെ പേര്. അത് കോളനിയിലെ കച്ചറ ഗോപാലനടാ. കച്ചറ ഗോപാലൻ. നീ ഞാൻ അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, ചോദിക്കാനും നിൽക്കണ്ട. ഓൻ കച്ചറ, ഞാൻ എന്റെ അപ്പുറത്തെ കച്ചറയാണ്. നോക്കാം. അതാ വിളിച്ചു പിന്നെന്ന് പണിക്ക് പോയിക്കില്ലേ? ഇന്ന് പിന്നെ പണിക്കല്ലാണ്ട് പിന്നെ എന്തിനാണ് ഞാൻ ഈ സഞ്ചി തൂക്കി പോണത്? അല്ല ഇന്ന് നിങ്ങൾ ആ കോളനി തന്നെയാ പണിക്ക് വന്നേ? ഇന്ന് കോളനിയിലല്ല, ഇന്ന് കോളനിയുടെ തൊട്ടപ്പുറത്ത് വലിയൊരു രാജകൊട്ടാരുണ്ട്. ആ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് പണി. കൊട്ടാരത്തിന്റെ പേര് പറഞ്ഞാൽ പിന്നെ നിനക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് കോളനി എന്ന് പറഞ്ഞാണ്. എന്താടി കോളനിക്ക് കുഴപ്പം? കോളനിക്ക് അവിടെ ആ കച്ചറ ഗോപാലിന്റെ കോളനി അല്ല, അവിടെ എന്നും തല്ലും വഴക്കാന്നാ കേട്ടെ. ഞാൻ തല്ലും വഴക്കുണ്ടാക്കാൻ പോവല്ലോ, ഞാൻ പണിയാൻ വേണ്ടി പോവല്ലേ. നിങ്ങൾ തല്ലും വഴക്കുണ്ടാക്കാൻ പോകുന്നല്ല പറഞ്ഞത്, അതാ കച്ചറ ഗോപാലൻ നേരം അവിടെ എപ്പോഴും അടിയും ബഹളും. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയയിൽ പോണോന്ന് വിചാരിച്ച് ചോദിച്ചതാ. ഈ വീട്ടിന്റെ ഉള്ളിൽ തേരാപാര നടക്കണം, നിനക്ക് എങ്ങനെയാടി ഗോപാലൻ കച്ചറയാണെന്നുള്ള കാര്യം അറിയണ്? പേര് കേൾക്കുമ്പോ അറിയില്ലേ? പേര് കേൾക്കുമ്പോ എങ്ങനെ അറിയണ്? കച്ചറ ഗോപാലൻ. കച്ചറ ഗോപാലൻ ഗോപാലൻ നായരാ? ഗോപാലൻ നായരാരാന്ന് എന്നോട് പറഞ്ഞു. ഗോപാലൻ നായരാണ്. ഒന്ന് വിട്ടേക്ക്, ഞാൻ നിങ്ങളൊരു പണിക്ക് പോകുമ്പോ എന്തേലും ചോദിക്കണ്ടേന്ന് വിചാരിച്ച് ചോദിച്ചത്. നിങ്ങൾ പോയിക്കോ, പണിക്ക് പോയിക്കോ. നീ എന്തിനാ വിളിച്ചത് പറ, ഇപ്പൊ വിളിച്ച് നിർത്തിയാ എന്തിനാന്ന്? വെറുതെ വിളിച്ചതാ വാസുവേട്ടാ. എന്താന്ന് പോവാൻ നേരം വയ്യോ? എന്താ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് പിടുത്തം പെടണ്ടേ? അല്ല എന്തായി കുഞ്ഞോട്ടന്റെ കാര്യം? ഓനൊന്നും ഒതുങ്ങിയ മട്ടുണ്ട്. ഇപ്പൊ അടുത്ത ആഴ്ച പോകണുള്ളൊന്നും തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. അതെയാ? നമ്മുടെ ജോസുട്ടി പ്രയോഗിച്ച ചെറിയൊരു പൊടിക്കൈ ചെറുതായിട്ടൊന്നും ഏറ്റിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്ത ആഴ്ച പോകണല്ലോന്നൊക്കെ ഉള്ള തീരുമാനമായി. അപ്പൊ അതുവരെ ആയി. അതിനുള്ളിൽ ഇനിയിപ്പോ റസിയ കുട്ടീനെ ഒന്ന് ഒതുക്കി കൂട്ടി ചാലിലെറിയണം. അല്ല, അപ്പൊ ഒന്ന് ഒതുക്കി കൂട്ടി കയ്യിൽ പിടിക്കണം. കുറച്ച് കായ് വസൂലാക്കണല്ലോ ആ പൈച്ചറയുന്നത്. അത് എളുപ്പല്ലേ, അസലായിട്ടാണ് പുകഴ്ത്തിയാ മതി. പുകഴ്ത്തല് വീഴാത്ത ഒരു പെണ്ണുമില്ല. എന്നാ പുകഴ്ത്തിയ ട്രാക്കിൽ വീഴാത്തൊരു പെണ്ണുണ്ട്, അതാണ് റസിയ. ആണ് എന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്താണ്? അതായത് 24 മണിക്കൂർ നീ ഇവിടെ ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കണോണ്ടാണ് നിന്റെ ഒരു വിലയില്ലാത്തത്. എന്റെ മാതിരി പണിക്ക് പണിക്ക് പോയിട്ട് 10 ഉറുപ്പ്യ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെണ്ണിനും വില ഉണ്ടാവൂടോ. പണിക്ക് പോവാ നോക്ക്. വെറുതെ ടൈലറാണെന്ന് പറഞ്ഞു. അറിയാൻ പാടില്ലാത്ത ചീത്ത വിളിക്കുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും. നീ തോടൂടാ, തോടോടാ. എനിക്ക് കുഞ്ഞൂട്ടിലെ മനസ്സായിട്ടാ, നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഗോപാലാണ്, കച്ചറ ഗോപാലാണ്. വെറുതെ കളിക്കാൻ നിൽക്കണ്ട നീ. കച്ചറ കുഞ്ഞൂട്ടനാന്ന് എന്റെ ആശാന പീടി പോയി ചീത്ത വിളിച്ച കക്ഷിയാണ് അവിടെ നിൽക്കുന്നത്. അതെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി അതിനെ പോലെ ചോദിക്കാൻ നിൽക്കണ്ടാന്ന്. ചോദിക്കൽ 2 കൊടുക്കുകയും ചെയ്യും. നീ പടം നോക്കി പോ. ഇത് കളി വേറെ. പോ, വിട് വണ്ടി വിട്. 2 കൊടുത്ത് നിലം പരിശാക്കിട്ട് ഈ കുഞ്ഞൂട്ടിന്റെ അടുത്ത് പോലും. നിന്നോട് വേണ്ടാന്നാണ് പറയണത്. വേണമെങ്കിൽ കണ്ടോ, പോ. നിനക്കുണ്ടെന്ന് വാങ്ങിക്കും, നിനക്കുണ്ടെന്ന്. സത്യമാണോ? ആന്നേ, ഓ ഈ നേരം വരെ കടയിൽ വന്നിട്ടില്ല. ഒരു പണി ഒരു ഉച്ചവരെ ഒന്നും നോക്കാതെ കഴിഞ്ഞിട്ട് അന്വേഷിച്ചാ പോരെ? അല്ലടാ, ഇന്ന് കാലത്ത് ഓൻ വരാന്ന് പറഞ്ഞിരുന്നാണല്ലോ. ഇതുവരെ കാണാനില്ലാന്ന് പറഞ്ഞാല് എന്തൊരു ഇടങ്ങറാന്ന് ആലോചിച്ച് നോക്ക്. വേറെ എവിടെ പോവാനാണത്? എന്താ ചെയ്യ പടച്ചോനെ. അല്ല, ഇജ്ജ് എന്തെങ്കിലും വേടാ കൂടെ ഉണ്ടാക്കിയ ഇജ്ജ് എന്താ പറഞ്ഞോനോട്? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവനെ വിളിച്ചിട്ട് ഒരു ഉപദേശം നടത്തി. എന്തെന്ന്? എടാ, പരീക്ക എന്ന് പറഞ്ഞാൽ നിനക്കൊരു കൈത്തൊഴിൽ പഠിപ്പിച്ച തന്നെ ഗുരുനാഥനാണ്. കുരുത്തോണ് ആദ്യം വേണ്ടത്. നിന്റെ ചോറാണ് തയ്യൽ മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപദേശം അവന് കൊടുത്ത്. നീ പരീക്കാനോട് തലമറന്ന് വർത്താനം പറയരുത്, പുള്ളിനെ ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ മാത്രം പറഞ്ഞൊരു ക്ലാസ് നടത്തി. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല.
ഇല്ല അല്ലേ? അപ്പൊ അവൻ പറഞ്ഞു മേലാല് ഞാൻ അതുപോലെ പുള്ളിനെ ബഹുമാനിച്ചോളാം, പറയണ അനുസരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. കായിന്റെ കാര്യമൊന്നും പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ. വാസുട്ടിയാണല്ലോ. ഹലോ, ഏ ഏ ആ ആ ശരി, എന്താ ഇപ്പ എന്നിട്ട് പടച്ചറേ എന്താണ്? ആ ആ ആ അതെ, എന്ത് കാര്യം? ആ ആ ആ ആ എന്നാ ശരി, എന്നാ വെക്ക്. ഞാൻ നോക്കട്ടെ. ശരി ശരി ശരി. ഏട്ടങ്ങറാന്ന് ആലോചിച്ച് നോക്കിയേ. എന്തപ്പ ഉണ്ടായിന്നറിയോ? അവനതാ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, മറ്റേ ഗോപാലൻ, കച്ചറ ഗോപാലൻ, ഓന്റെ അടുത്ത് പോയിട്ട് എന്താണ് ഈ എന്റെ ആശാന പറഞ്ഞത്, ഈ കണ്ട വർത്താനം എന്റെ ആശാനോട് ഇനി മേലിൽ പറഞ്ഞേക്ക് അന്നം തരണ ആണ്, എന്റെ ആശാനാണ്, അതാണ് ഇതാണൊക്കെ പറഞ്ഞിട്ട് ഓന്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് തട്ടിക്കേറിയെന്ന്. ഇവരെന്തിനാ അയാളുടെ അടുത്തോട്ട് പോയത്? എനിക്കറിയില്ല എന്റെ എന്തെന്നാ ഈ പറഞ്ഞ. അവിടെ അപ്പൊ അവിടെ വാസുട്ടിക്ക് അവിടെ ആയിരുന്നു പണി. അപ്പൊ അത് കയ്യും കാലൊക്കെ തല്ലി മുറിച്ചിട്ട് ഇപ്പൊ അവിടെ നമ്മുടെ ടൗണിലെ ഹോസ്പിറ്റലില്ലേ, നമ്മുടെ ടൗണിലുള്ള അനന്യ ഹോസ്പിറ്റലില്ലേ, അവിടെ കയ്യും കാലൊക്കെ മുറിഞ്ഞ് കൊണ്ട് കിടത്തിന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കേട്ടോടത്തോളം ഒരു 5000 ഉറുപ്പ്യ ഇപ്പൊ പോവും. അനന്യാണെങ്കിൽ 5 രൂപ ഒന്നും പോരാ പരീക്ക. നമ്മൾ ഓടി അങ്ങോട്ട് ചെന്നിട്ട് അല്ല ഒരു 5-10 രൂപയെങ്കിലും കയ്യിൽ വേണം. പരീക്കയുടെ വീട്ടിൽ പോയി റസിയാനോട് കാശ് മേടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ല. എണീക്ക് വാ. എന്തൊരു ഏട്ടങ്ങറായി ചെങ്ങായി ഉണ്ടാക്കി വെക്കണ ഓരോ കാര്യം ആലോചിച്ച് നോക്കിട്ട് ഇന്ന് ആടിക്കൊഴിഞ്ഞ് വരാണ്ട് ഇങ്ങോട്ട് വാങ്ങിട്ട് വേഗം. കുറച്ച് കാര്യം എടുത്തേ, ഒരു 10000 ഉറുപ്പ്യ എടുക്ക് തൽക്കാലം. 10000 ഉറുപ്പ്യ? എടി ഞാൻ ആശുപത്രിയിൽ നിന്നാ വരുന്നത്. ആ കുഞ്ഞുട്ടൻ ഏതാ കച്ചറ ഗോപാലിന്റെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കി കയ്യും കാലൊക്കെ തല്ലി തമ്പോറാക്കി ആശുപത്രി എടുക്കാണ്. എന്തിനാണ് ഓൻ പ്രശ്നം ഉണ്ടാക്കാൻ പോയത്? പിന്നെ പറയാ റസിയ, ഒരു 10000 രൂപ എടുത്ത് കൊടുക്ക്. എക്സ്റേ വേണം, സ്കാനിങ് വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യത്തുണ്ടാ. അല്ല ഓനിപ്പോ എന്താ അവസ്ഥ? എന്നോട് കഥ പറഞ്ഞിരിക്കാൻ നേരമില്ല. ഇയാൾക്ക് 1000 ആശുപത്രി കേസാണ്. ഒരു കാര്യം വർത്താനം പറഞ്ഞോണ്ടിരിക്കുള്ളൂ വെച്ചാല്. ഇയാണ് ഇതിനൊക്കെ കാരണം കേട്ടോ ചങ്ങായി. ഈ ഒറ്റൊരുത്തനാണ്. ഈ ആ കച്ചറ ഗോപാലിന്റെ കാര്യം അങ്ങോട്ട് എടുത്തിട്ടപ്പോഴേ എന്റെ മനസ്സിൽ കരുതിയതാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. എനിക്ക് ചീത്തപ്പേരായി. അന്ന് പരീക്ഷ ചോദിച്ചപ്പോ റസിയ 10000 തന്നേച്ചെങ്കിൽ അത് മേടിച്ചോണ്ടാവും വീട്ടിൽ പോർന്നില്ലേ. എന്റെ സ്ഥിതി ഉണ്ടല്ലോ, കൂഞ്ഞിന്റെ മുകളിൽ കുരു വന്ന ആൾക്കാരെ സ്ഥിതിയാ. ഞാൻ അറിഞ്ഞു ഈ വെളിവില്ലാത്തവൻ പോയി അയാളുടെ മെക്കിട്ട് കയറും. 10 പൈസയും കയ്യിലില്ല. ഇങ്ങോട്ട് കൊണ്ടാങ്ങടേ. നീ കായ് എത്ര വേണ്ടി വരും എന്നൊക്കെ അറിയില്ല. ഒരു 10000 ഉറുപ്പ്യ കൂടി എടുത്തു കൊടുത്തോട്ടെ. ആശുപത്രിയിലേക്കാ ഞാൻ പോണേ. ഒന്നാമത്തതേ, ഈ 10000 ഉറുപ്പ്യ അന്ന് അവനക്ക് ശമ്പളം കൊടുക്കണം നേരത്ത് തന്നിരുന്നെങ്കിൽ ഇപ്പൊ അവൻ നാട്ടിൽ പോയിട്ട് സമാധാനത്തിൽ തിരിച്ചെത്തേണ്ട സമയമായി. ഇതൊക്കെ ഈ കായ് എന്ന് പറഞ്ഞ മുതലുണ്ടല്ലോ, ആവശ്യത്തിന് ഉപകരിക്കാനുള്ളതാ. ഇല്ലെങ്കിലേ ഇത് പേപ്പറിന്റെ വിലയുള്ളൂ. ഇജത് ആദ്യം മനസ്സിലാക്കിക്കോ. എടുക്കോണ്ടി. ഇത് അടിയുടെ